ഞാൻ പറഞ്ഞു, നമ്മുടെ കുട്ടിയുടെ ഭാവി നമ്മളെ കയ്യിലാണ്. അല്ലാതെ ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പല കാര്യങ്ങളും നമ്മളെ മക്കൾക്ക് പ്രോത്സാഹനം കൊടുത്താൽ നമ്മളെ മക്കൾ ഉയർന്ന നിലയിലെത്തും. ആണെന്ന് കരുതി അവരെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തല്ല ചെയ്യേണ്ടത്. പുറത്തേക്ക് ഇറക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിലൂടെയും കെയറിങ്ങിലൂടെയും അവരെ ഹാപ്പിനെസ് കൂട്ടാൻ നമുക്ക് സാധിക്കും. ഇന്നിപ്പം പല ആളുകളും ചെയ്യുന്ന ഏറ്റവും വലിയ എന്താണെന്നറിയോ, മറ്റുള്ള ആളുകളിലേക്ക് കുട്ടിയെ ഇറക്കുന്നില്ല. എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആളുകൾ കരുതുക എന്ന് പല മാതാപിതാക്കളും കരുതും. അപ്പം ചിന്താഗതി മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മോളെ അല്ലെങ്കിൽ മകൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നിങ്ങൾ വരാം. നിങ്ങൾ ഒരു റിസേബിള് ആണ് എൻ്റെ കുട്ടി എന്ന് വിചാരിച്ച് എൻ്റെ കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. എൻ്റെ കുട്ടിയും ഒരു സാധാ മനുഷ്യനാണ്. അവനുമുണ്ട് സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അവൾക്കുമുണ്ട് സ്വപ്നങ്ങൾ. അത് നിറവേറ്റാൻ മാതാപിതാക്കളായ നമ്മളാണ് അതിന് കാരണക്കാരാവേണ്ടത്. എന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മകന് ഈ നിലയിലെത്തി ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ട്, അപ്പം ഈ പറയുന്ന ആളുകൾ വിചാരിക്കും, അല്ലാ ഇവൻ്റെ മകനോ, അല്ലെങ്കിൽ അല്ലോ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് അപ്പം നിങ്ങൾ അപ്പോൾ ഇത്രയും വയ്യാതായിട്ടും പഠിച്ചു പല ഇതിലെത്തി ചിന്താഗതി മാറി വരുമ്പോഴാണ് എൻ്റെ കുട്ടിക്ക് എല്ലാത്തിനും കഴിയും എന്ന് ആളുകളോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് അവിടെയാണ് വിജയം ഉണ്ടാവുക. ഒരു നടക്കാൻ കഴിയാത്തൊരു കുട്ടി, ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പം ആ കുട്ടി വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും സ്വയമായി എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചാൽ എനിക്ക് കുറേ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമായിരുന്നല്ലോ, എൻ്റെ പാരൻസിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പം അപ്പോൾ ഒരാൾ വന്നിട്ട് അല്ലാ ഈ കുട്ടി എന്താണ് ഇങ്ങനെ. നമുക്ക് ആരുടെയും സഹതാപമല്ല വേണ്ടത്, ജീവിതത്തിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പല മാതാപിതാക്കളും കുട്ടികളെ പുറത്ത് ഇറക്കാൻ ചിന്താഗതിയാണ് ജീവിതത്തിലും മാറേണ്ടത്. മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്കും വരും, നിങ്ങളുടെ കുട്ടിക്കും വരും. അപ്പം ചില ആളുകൾ നമ്മളോട് പറയും, ഈ കുട്ടി ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ അത് മൊത്തം പറയുമ്പോൾ
നമ്മളത് ഓർക്കാൻ ശ്രമിക്കാത്ത കാര്യങ്ങളായിരിക്കും, നമ്മളത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ അത് ചേഞ്ഞ് ചോദിച്ചു കൊണ്ടേയിരിക്കും. പിന്നെയും നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവർക്ക് അതൊരു എൻജോയ്മെൻ്റാണ്, അവരത് ചോദിച്ചു കൊണ്ടേയിരിക്കും. നമ്മളാണ് മാറേണ്ടത്, നമ്മളെ ചിന്താഗതിയാണ് മാറേണ്ടത്. ഇപ്പം ഒരു റിസബിളായൊരു കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അത് ഓരോന്നായിട്ട് നിറവേറ്റി കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഹാപ്പിനെസ് വരിക. നമ്മൾ നിങ്ങളുടെ കുട്ടിയെ ഹാപ്പിനെസ്സിലേക്ക് ചിന്താഗതിയാണ് ജീവിതത്തിലും മാറേണ്ടത്. മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്കും വരും, നിങ്ങളുടെ കുട്ടിക്കും വരും. അപ്പം ചില ആളുകൾ നമ്മളോട് പറയും, ഈ കുട്ടി ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ അത് മൊത്തം പറയുമ്പോൾ നമ്മളത് ഓർക്കാൻ ശ്രമിക്കാത്ത കാര്യങ്ങളായിരിക്കും, നമ്മളത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചില ആളുകൾ അത് ചേഞ്ഞ് ചോദിച്ചു കൊണ്ടേയിരിക്കും. പിന്നെയും നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവർക്ക് അതൊരു എൻജോയ്മെൻ്റാണ്, അവരത് ചോദിച്ചു കൊണ്ടേയിരിക്കും. നമ്മളാണ് മാറേണ്ടത്, നമ്മളെ ചിന്താഗതിയാണ് മാറേണ്ടത്. ഇപ്പം ഒരു റിസബിളായൊരു കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അത് ഓരോന്നായിട്ട് നിറവേറ്റി കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഹാപ്പിനെസ് വരിക. നമ്മൾ നിങ്ങളുടെ കുട്ടിയെ ഹാപ്പിനെസ്സിലേക്ക്